ബാങ്കിങ് മേഖലാ ചരിത്രത്തിൻ്റെ പാർട്ട് 2 ക്ലാസ്സാണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ത്യയിലെ ബാങ്ക് വളർച്ചയുടെ കാലഘട്ടങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. ഒന്നാം കാലഘട്ടം, രണ്ടാം കാലഘട്ടം, മൂന്നാം കാലഘട്ടം, ഇങ്ങനെ 3 കാലഘട്ടങ്ങളാണുള്ളത്. ഇതിൽ ഒന്നാം കാലഘട്ടത്തെക്കുറിച്ച് നമുക്കിന്ന് ഡീപ്പായിട്ട് നോക്കാം. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കൊൽക്കത്തയിൽ സ്ഥാപിതമായപ്പോൾ മുതലാണ് ഇന്ത്യയിലെ ബാങ്ക് വളർച്ചയുടെ ഒന്നാം കാലഘട്ടം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷുകാർ അവരുടെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രസിഡൻസി ഏരിയകളായ ബംഗാൾ, ബോംബെ, മദ്രാസ് എന്നിവിടങ്ങളിൽ അധികാര കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ഓരോ ഗവർണർമാരെ വീതം ഓരോ പ്രസിഡൻസി ഏരിയകളിൽ നിയമിക്കുകയും ചെയ്തു. തുടർന്ന് ഓരോ പ്രസിഡൻസി ഏരിയകളിലും, അതായത് ബംഗാളിലും ബോംബെയിലും മദ്രാസിലും ഒക്കെ പ്രസിഡൻസി ബാങ്കുകൾ നിലവിൽ വന്നു. 1809 ബംഗാളിലും 1840 ബോംബെയിലും 1843 മദ്രാസിലും പ്രസിഡൻസി ബാങ്കുകൾ നിലവിൽ വന്നു. തുടർന്ന് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുകയും 1858 ഗവൺമെന്റ് ഓഫ് ആക്ട് അഥവാ രാജ്ഞിയുടെ വിളംബരം ബ്രിട്ടീഷ് രാജ്ഞി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഈ ആക്ട് പ്രകാരം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കുകയും ഭരണം രാജ്ഞി ഏറ്റെടുക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് 1861 പേപ്പർ കറൻസി നിയമം നിലവിൽ വരുന്നത്. പേപ്പർ കറൻസി നിയമം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നോട്ടുകൾ അച്ചടിക്കാനും വിതരണം ചെയ്യുവാനുമുള്ള സ്വകാര്യ പ്രസിഡൻസി ബാങ്കുകളുടെ അധികാരം നിർത്തലാക്കുകയും അത് ഇന്ത്യ ഗവൺമെന്റിന് നൽകുകയും ചെയ്തു. അതായത് ബ്രിട്ടീഷ് ഭരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റിന്. ഒന്നാം കാലഘട്ടത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം.